നമുക്കിന്ന് ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ ഉണ്ടാക്കാം. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല, നോൺ വെജിറ്റേറിയൻസിന് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണ് നമ്മുടെ ചെമ്മീൻ അച്ചാർ. ഇമേജ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ചെമ്മീൻ അച്ചാർ ആണെന്നുള്ളത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ചെമ്മീൻ അച്ചാർ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്ന റഷീദ ഒരു വാട്സാപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. റഷീദയുടെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോവുകയാണ്, അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇക്കയ്ക്ക് കൊടുത്തു വിടാൻ പറ്റിയ 2-3 റെസിപ്പീസ് ഒന്ന് ഉടനെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ റഷീദയ്ക്കും ഫാമിലിക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ചെമ്മീൻ അച്ചാർ വേഗം തന്നെ റെഡിയാക്കിയത്. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യുള്ളായിരുന്നു. ഞാനൊരു മീനച്ചാറായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ മീനച്ചാർ ഇപ്പോൾ തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ് സിന്ധു. അപ്പോൾ സിന്ധു എൻ്റെ അടുത്ത് മീനച്ചാറിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് ചെയ്യാമെന്ന് റിപ്ലൈ കൊടുത്തു. പക്ഷെ അതിനുശേഷമാണ് റഷീദയുടെ ഈ ഒരു വാട്സാപ്പ് വന്നത്, ഉടനെ തന്നെ ചെയ്യണം, അടുത്ത ആഴ്ച ഹസ്ബൻഡ് പോവാണ് തിരിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അത്യാവശ്യം ആയതുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച പോകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്താലല്ലേ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ സിന്ധു ഒന്നും വിചാരിക്കരുത്, സിന്ധു പറഞ്ഞ മീനച്ചാറിന്റെ റെസിപ്പി അധികം വൈകാതെ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ചെമ്മീനച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉടനെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെമ്മീൻ ഓവർ കുക്ക് ആവാതെ, ഓവറായിട്ട് ഫ്രൈ ആവാതിരുന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓവറായിട്ട് ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നിങ്ങളിപ്പോൾ ഷോപ്പിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചിട്ട്, ചെമ്മീൻ അച്ചാർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറും പുറമേ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും അറിയാം. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അതിലെ ചെമ്മീൻ്റെ ആ ഒരു കുക്കിങ്ങും എല്ലാം ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കി 1-2 ദിവസം കഴിഞ്ഞിട്ട് എരിവ് ചെക്ക് ചെയ്യുക, പുളി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പും പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മധുരവും ചേർക്കുക. അതിലൊരു മടിയും വിചാരിക്കേണ്ട. ആ മധുരം ചേർത്താൽ മാത്രമേ ചില അച്ചാറുകൾ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ നോൺ വെജിലും മധുരം ചേർക്കുമോ? നോൺ വെജിലും മധുരം ചേർത്താൽ പെർഫെക്റ്റ് ആവുന്ന റെസിപ്പികളും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ രീതിയിലൊന്ന് അച്ചാർ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ എടുക്കുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ചെമ്മീൻ എടുക്കുക. തീരെ ചെറിയ ചെമ്മീനാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടി ചുരുങ്ങിപ്പോവും. വലിപ്പം കൂടിയ ചെമ്മീനാണെങ്കിലും അതിലേക്ക് മസാലകളൊക്കെ പിടിച്ചു വരാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് മീഡിയം വലിപ്പത്തിലുള്ള ചെമ്മീൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എല്ലാ അച്ചാറുകളിലെയും പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമ്മുടെ കായപ്പൊടി, മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വിനീഗർ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചത്, കടുക്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചെമ്മീനിലേക്ക് മസാലകളൊക്കെ പിടിച്ചു വരും. പിന്നെ ഈ ഒരു അച്ചാർ ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം, നല്ലെണ്ണയിലും ചെയ്യാം. ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലും അച്ചാർ റെഡിയാക്കുന്നത് നല്ലെണ്ണയിലാണ്, അതായത് നമ്മുടെ എള്ളെണ്ണയിൽ. വെള്ളം കംപ്ലീറ്റ് മാറ്റിയെടുക്കുക ചെമ്മീൻ. അപ്പോൾ ചെമ്മീനിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അച്ചാർ റെഡിയാക്കുമ്പോൾ വീണ്ടും മുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അധികം മുളക് പൊടി ചേർക്കണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി എണ്ണയിൽ മുഴുവനാവും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ ചെമ്മീനിലേക്ക് ഉപ്പും എരിവും ഒക്കെ പിടിച്ചോളും. പിന്നെ മെയിനായിട്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് ആ ചെമ്മീൻ അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായി. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തു. വെളുത്തുള്ളി വലിയ പീസുകൾ മാത്രമേ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ നീളത്തിൽ. പിന്നെ ഇതിനിടയ്ക്ക് കാന്താരിമുളക് പറിച്ചെടുത്തില്ലേ, അപ്പോൾ പച്ചമുളക് മാറ്റിയിട്ട് കാന്താരിമുളക് ചേർക്കാം എന്ന് വിചാരിച്ചു അച്ചാറിൽ. അപ്പോൾ കുറച്ചുകൂടി അച്ചാറിന് കാണാൻ ഭംഗിയുണ്ടാവും, ടേസ്റ്റും കൂടുതലുണ്ടാവും, എരിവും കൂടുതലുണ്ടാവും.
അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന പ്രോൺസ് അല്ല കേട്ടോ, നമ്മൾ വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും അച്ചാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് മാറിപ്പോവില്ല. പിന്നെ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ, ഓവറായിട്ട് ഫ്രൈ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കുക, ഇപ്പോൾ 1 വർഷത്തേക്കോ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രോൺസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ പ്രോൺസിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് പ്രോൺസ് പിക്കിളിൻ്റെ ടേസ്റ്റ് കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്കും കൂടെ ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്ന അത്രയുമാണ് ഈ ഒരു പ്രോൺസ് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 മാസത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പ്രോൺസ്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 6 മാസം വരെ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു പ്രോൺസ് പിക്കിളിൻ്റെ ടേസ്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രോൺസ് കഴിക്കുമ്പോൾ ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ പ്രോൺസ് കുക്ക് ചെയ്തു, ഇത്രയും മതി. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ബാച്ചും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ റെഡിമെയ്ഡ് പിക്കിൾസ് വാങ്ങിക്കില്ലേ, നമ്മുടെ പ്രോൺസ് പിക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ കാലം ഷോപ്സിലും പിന്നെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ വീട്ടിലും ഇരിക്കുന്ന രീതിയിൽ 1 വർഷമൊക്കെയാണല്ലോ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. അത്രയും കാലം മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോൺസ് ഓവർ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് പ്രോൺസിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ മാറി ഹാർഡായി പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര നാളത്തേക്കാണോ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചും നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാനിലല്ല ഇനി അച്ചാറും ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുളക് പൊടി നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ വേറൊരു പാനിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നമുക്ക് ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ചാറിലേക്ക് തന്നെ ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയിൽ നന്നായിട്ട് പ്രോൺസിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാൻ വയ്ക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ, അതായത് നമ്മുടെ എള്ളെണ്ണ, ഇത് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അച്ചാറുകളിൽ ചിലപ്പോൾ ചൂടുവെള്ളം ചേർക്കാറുണ്ട്. ചില അച്ചാറുകളിൽ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒന്നും ചേർക്കുന്നില്ല, തിളപ്പിച്ച വെള്ളവും ചേർക്കുന്നില്ല. എണ്ണയും വിനീഗറും മാത്രമാണ് അച്ചാർ മോശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ എണ്ണ കുറച്ചധികം ചേർക്കുക. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എണ്ണയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. സാധാരണ അച്ചാറുകളിൽ ചേർക്കുന്ന അത്രയും കടുക് ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അച്ചാറിൽ അല്ലെങ്കിൽ ചെമ്മീൻ അച്ചാറിൽ നമ്മൾ അധികം കടുക് ചേർക്കാറില്ല. അതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. സാധാരണ അച്ചാറുകളിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം നമ്മുടെ നോൺ വെജ് അച്ചാറുകൾ ചെയ്യുമ്പോൾ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി വരുമ്പോൾ പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് ചേർക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പച്ചമുളക് മാറ്റി കാന്താരി മുളകാക്കി. ഇപ്പോൾ കാന്താരി മുളക് ചേർക്കാൻ പോവാണ്. നമ്മൾ എടുക്കുന്ന ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ച് ചെമ്മീൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റാണ് ചെമ്മീൻ 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, പിന്നെ നമുക്ക് നമ്മുടെ വിനിഗർ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് ഉലുവപ്പൊടി ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. അപ്പോൾ ഉലുവ കുക്കാവേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി കുക്ക്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കാമെന്ന് പറഞ്ഞത്. ഈ മുളക് പൊടിയും ചേർത്തൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വിനിഗർ ആഡ് ചെയ്യാം.
നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വിനിഗറിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പ്രോൺസിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പഞ്ചസാര ചേർക്കുന്നുണ്ട്, അധികമൊന്നും വേണ്ട. 1/2 കിലോ പ്രോൺസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാതെയാണ് ഉലുവ പൊടിച്ചെടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ മുളക് പൊടിയും കായപ്പൊടിയും ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉലുവപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ ഈ അച്ചാർ റെഡിയാക്കി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിനിഗർ തിളപ്പിച്ച് ചൂട് മാറിയതിന് ശേഷം അച്ചാറിലേക്ക് ഒഴിക്കാം. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസമേ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ അച്ചാർ റെഡിയാക്കിയിട്ട് അന്ന് തന്നെ കറക്റ്റായിട്ട് ചെമ്മീനിലേക്ക് പിടിച്ചു വരില്ല. അപ്പോൾ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ആഡ് ചെയ്യാം. ഉലുവപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്യാം. പ്രോൺസ് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് വിനിഗറൊക്കെ ചേർത്ത് ഗ്രേവിയിലേക്ക് ഇട്ട് കുക്ക് ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോൺസ് കുക്കായിട്ടുണ്ടെങ്കിൽ റബ്ബറി ആയി പോകും, ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലല്ല, ഇതിൽ നിന്ന് മാറ്റി സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും അതാത് പാത്രങ്ങളിൽ തന്നെ വയ്ക്കില്ല, വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇനിയിപ്പോൾ നാളെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുകയുള്ളൂ. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് മാറി അടുത്ത ദിവസം നമ്മളെപ്പോഴും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ അച്ചാർ എടുത്ത് വയ്ക്കുന്നത് ആ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഞാൻ എടുത്ത് മാറ്റുള്ളൂ. ഇപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കില്ല, ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടെ. ഒപ്പം തന്നെ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പ്രോൺസിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും നമ്മുടെ അച്ചാറിന് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോൺസ് പിക്കിളിൻ്റെ പരിപാടി. നമുക്ക് അടുത്ത ദിവസം ബൗളിലേക്ക് മാറ്റുമ്പോൾ കാണാം കേട്ടോ ബാക്കി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയതാണ്. ഞാൻ ആദ്യം തന്നെ അച്ചാർ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് വേറൊരു ഗ്ലാസ് ബൗളിലേക്കാണ് മാറ്റി വെച്ചത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ മുളക് പൊടിയും കടുകും എണ്ണയും എല്ലാം നന്നായി മിക്സായി ചെമ്മീനിലേക്ക് ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ അച്ചാറുകൾ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഭരണിയിലേക്കാണ് അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിലേക്കാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ബോട്ടിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ നനവില്ലാത്ത സ്പൂൺ ഉപയോഗിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് എടുത്ത് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് കറക്റ്റാണോ ഇല്ലെങ്കിൽ വിനീഗറിൻ്റെ അളവ് കറക്റ്റാണോ പുളി കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റാണ്, പുളി കറക്റ്റാണ്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാറുണ്ട്, ഈ അച്ചാർ എടുത്ത് വയ്ക്കുന്ന ബോട്ടിലിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തിളപ്പിച്ചിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ അച്ചാറിൽ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, ഇതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ, നല്ല എണ്ണ തിളപ്പിച്ചതിന് ശേഷം ചൂട് മാറി കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അച്ചാർ ഒട്ടും തന്നെ മോശമായി പോവില്ല. ഇത് പിന്നെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ കൊള്ളുന്നത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേറെ ബൗളിലേക്ക് എടുത്ത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആവശ്യം പോലെ എടുക്കുക, ചോറിൻ്റെ കൂടെ ചേർത്തോ ചപ്പാത്തിയുടെ കൂടെ ചേർത്തോ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഇഷ്ടമായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.
അപ്പോൾ ഇതാ ഞങ്ങൾ ചെമ്മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടോ, വാളൻപുളി മരം കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ, കമ്പിയൊക്കെ ചുറ്റി വെച്ചത്. ഇത് നിറയെ വാളൻപുളി ആയിട്ടുണ്ട്. മരം ചെറുതാണെങ്കിലും പുളി നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഇതുപോലൊരു വ്യൂ കിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു മാവിൽ പുതിയ തളിരിലകളൊക്കെ വന്നിട്ട് ലൈറ്റ് ഗ്രീൻ കളറും ഡാർക്ക് ഗ്രീൻ കളറും അങ്ങനെ 2 കളറിലെ ഇലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ എന്താ വണ്ടി പോയപ്പോൾ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിലൊന്നും നിന്നാലും അപ്പോൾ വണ്ടി ബഹളമായിരിക്കും. അത്രയും സമയം വണ്ടികളൊന്നും വരണ്ടാവില്ല. ആ സമയം വണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ റോഡൊക്കെ കണ്ടോ, പണി ഇത്രയായിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അടുത്താണ് വാളൻപുളി. കണ്ടോ, ഇത്രയും അടുത്ത് എൻ്റെ കയ്യിൽ കാന്താരി മുളകാണ്. അപ്പോൾ ഞാൻ പറിക്കുന്നില്ല പുളി, തൊട്ടടുത്ത് ഇങ്ങനെ പറിച്ചെടുക്കാം നമുക്ക് പുളി. പക്ഷെ പറിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന പോലെ കാല് തെറ്റി താഴെ വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കാം. എന്തിനാ വെറുതെ വീണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് വീടിൻ്റെ താഴെയുള്ള ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇത് മുകളിലെ ഫ്ലോറിൽ നിന്നാണ്. അപ്പോൾ മാവിൻ്റെ ഭംഗി കൂടുതലായിട്ട് കാണാം ഇങ്ങനെയാവുമ്പോൾ. കണ്ടോ, ഇതിൻ്റെ താഴെ നിന്നിട്ടാണ് ഞാൻ പുളിമരത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു വലിച്ചത്.